നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 296 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തമാശ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. 296 ലക്കമായി. ഇനി 300 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ, മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ ഇനി കേവലം 4 എപ്പിസോഡുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. യുദ്ധമാകട്ടെ, രാവണനും തമ്മിൽ യുദ്ധമാകട്ടെ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ശ്രീരാമൻ രാവണനെ വധിക്കുമെന്ന്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ശ്രോതാക്കളും പ്രേക്ഷകരുമൊക്കെ നേരിട്ടും മെസ്സേജുകളിലൂടെയൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. 300 ആവുകയാണല്ലോ, 300-ലായിരിക്കുമോ രാവണനെ വധിക്കുക എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. 300 വെറും 3 എപ്പിസോഡോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 30 എപ്പിസോഡോ ചെയ്യാനൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഇത് തുടങ്ങിയത്. അപ്പം ഏതോ ഒരു ശക്തി, ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ആ ശക്തിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാറില്ല. ഓരോ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ഏത് എപ്പിസോഡ് വരുമ്പോൾ ഏത് കാര്യം അവിടെ നടന്നിരിക്കണം, ഇങ്ങനെയൊന്നും മുൻകൂട്ടി തീരുമാനിക്കാറില്ല. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വരട്ടെ, നമുക്ക് നോക്കാം എന്ന് മാത്രമാണ്. 296 ഈ ക്യാപ്സൂൾ ആരംഭിക്കുമ്പോൾ രാക്ഷസ സ്ത്രീകളിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഈ ദുഷ്ടനായ രാവണൻ അനുഭവിക്കണം, അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ അവൻ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് രാവണനെ ശപിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് അവർ. മാത്രമല്ല, അവർ രാവണൻ്റെ ഭൂതകാലത്തെ ചെയ്തികളെക്കുറിച്ചും വിളിച്ചു പറഞ്ഞ് കരയുന്നുണ്ട്. ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രം അവതരിപ്പിക്കുന്ന പോലെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ രാവണനെക്കുറിച്ച് പറയുന്നത്. ബ്രഹ്മസ്വവും ദേവസ്വവും ഒരു മര്യാദയുമില്ലാതെ കൈക്കലാക്കി, നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഉപദ്രവിച്ച് ഒരുപാട് പേരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു നിർബന്ധപൂർവം, അന്യായ മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചു, ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ളവരെ വെറുത്തു, അകറ്റി, ബ്രാഹ്മണന്മാരെ, ബ്രഹ്മജ്ഞാനികളെ അവരെ കൊല ചെയ്തു, ധാർമ്മികന്മാരുടെ മുതലെല്ലാം കവർന്നു കൈവശപ്പെടുത്തി, ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാരുടെ സ്വത്തെല്ലാം കൈക്കലാക്കി, ആരോടും കരുണയില്ലാത്തവനാണ്, ഇവന് ഗുരുശാപമുണ്ട്, ഈ മഹാപാപി ചെയ്ത പ്രവൃത്തികൾ കാരണമാണ് നമ്മളെപ്പോലുള്ളവർക്കും നമുക്കും ഈ ദുർഗതി, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഗതി വന്നത്. ഇതൊക്കെയാണ് രാക്ഷസ സ്ത്രീകൾ കുറ്റപത്രത്തിലൂടെ വിവരിക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞതെല്ലാം രാവണൻ കേൾക്കാതിരുന്നില്ല. രാവണൻ്റെ ചെവിയിലെത്തി, അതൊക്കെ എത്തിക്കാൻ ആൾക്കാരുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം വളരെ വിഷമിക്കുകയും ചെയ്തു. അദ്ദേഹം ദുഃഖാർത്തനായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും, അതൊക്കെ കേട്ട് അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുനർവിചിന്തനം ഉണ്ടായി കാണും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ മഠയന്മാരാണെന്ന് മാത്രമേ മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം രാവണൻ കൂടുതൽ ആ യുദ്ധത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അത് മഹാഭാരതത്തിൽ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നവർക്ക് തെറ്റിപ്പോയി. കാര്യം രാമായണത്തിൽ രാവണൻ പറയുന്നത്, ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശ് പുറപ്പെടുകെങ്കിൽ നാം ശത്രുക്കളെ കൊന്നൊടുക്കണം, അതിനിപ്പോൾ തന്നെ അടുത്ത യുദ്ധത്തിനായിട്ട് പോകണം. അല്ലാതെ ആ കാര്യത്തിൽ യാതൊരുവിധമായ ഒരു പുനർവിചിന്തനവും രാവണൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല. ഒട്ടും താമസിക്കേണ്ട, യുദ്ധത്തിന് പുറപ്പെടാം. അപ്പോൾ എന്തിനും ഏതിനും കൂട്ടു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവരിപ്പോഴും രാവണൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് പ്രധാനികൾ 3 പേരാണ്. ഒന്ന് വിരൂപാക്ഷൻ, 2 മഹാപാർശ്വൻ, 3 മഹോദരൻ. അവർ 3 പേരും പറഞ്ഞു, പിന്നെന്ത്, നമുക്കിപ്പോൾ തന്നെ പോകാം, ഞങ്ങൾ മുമ്പിൽ നിൽക്കാം. അങ്ങനെ ലങ്കാപുരിയുടെ വടക്കേ ഗോപുരത്തിൽ കൂടി അവർ സൈന്യവുമായി പുറത്തു കടന്നു. യുദ്ധം വീണ്ടും തുടങ്ങി. രാവണൻ പുറത്തിറങ്ങുവാണ് ഗോപുരവാതിലിലൂടെ. ദുർനിമിത്തങ്ങൾ പലതും കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ രാവണൻ അതിനൊന്നും വഴങ്ങുന്നില്ല, അതൊന്നും ഗൗനിക്കുന്നതേയില്ല. വാനരവീരന്മാരാകട്ടെ വർദ്ധിത വീര്യത്തോടെ യുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പോൾ സുഗ്രീവനാണ് അതിനകത്ത് ഒരു അപ്പർ ഹാൻഡ് എടുത്തത്. ഈ ഘട്ടത്തിൽ സുഗ്രീവൻ, വിരൂപാക്ഷൻ ഇവർ തമ്മിൽ നേരിട്ടായിരുന്നു യുദ്ധം.
ആ യുദ്ധം എങ്ങനെയൊക്കെയായിരുന്നു, എത്രമാത്രം ഘോരമായ യുദ്ധമായിരുന്നു എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. അത് വളരെ ചുരുക്കി പറയാം. വിരൂപാക്ഷൻ്റെ വാഹനം ആനയാണ്. ആ ആനയെ സുഗ്രീവൻ കൈകൊണ്ടുള്ള മുഷ്ടി കൊണ്ടുള്ള പ്രഹരത്താൽ വധിച്ചു എന്നാണ് പറയുന്നത്. ഉടനെ വിരൂപാക്ഷൻ വാളും പരിചയം എടുത്തുകൊണ്ട് സുഗ്രീവന് നേരെ പാഞ്ഞെടുത്തു. സുഗ്രീവനാകട്ടെ ഒരു കുന്ന്, ഒരു ചെറിയ മല അതെടുത്ത് വിരൂപാക്ഷന് നേരെ എറിഞ്ഞു. ആ സമയം വാൾ കൊണ്ട് വിരൂപാക്ഷൻ സുഗ്രീവൻ്റെ നെഞ്ചിൽ വെട്ടേറ്റു, മുറിവേറ്റു. സുഗ്രീവന് ദേഷ്യം, കോപം അടക്കാനായില്ല. വിരൂപാക്ഷൻ്റെ നെറ്റി നോക്കി ആഞ്ഞടിച്ചു. ആ അടിയിൽ, ആ മുഷ്ടിപ്രഹരത്തിൽ വിരൂപാക്ഷൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണ്. പിന്നെയുള്ളത് മഹോദരനാണ്. വിരൂപാക്ഷനെ കൊന്ന സുഗ്രീവൻ നേരെ മഹോദരൻ ആ സമയത്ത് നോക്കിയപ്പോൾ വിരൂപാക്ഷൻ മരിച്ചു വീഴുന്ന കണ്ടപ്പോൾ മഹോദരൻ ഒരു തേരിൽ കയറി നേരെ സുഗ്രീവൻ്റെ അടുത്തോട്ട് പാഞ്ഞെടുക്കുകയാണ്. ഇങ്ങ് അടുത്ത് വരെ എത്താനായില്ല. അതിനു മുമ്പ് തന്നെ ആ തേര് തകർത്ത് സുഗ്രീവൻ മഹോദരനെയും വധിച്ചു. ശേഷിക്കുന്ന മഹാപാർശ്വനാണ്. മഹാപാർശ്വനെ ബാലിയുടെ പുത്രനായ അംഗദൻ കൊല ചെയ്തു. അപ്പോൾ ഇങ്ങനെ രാവണൻ്റെ 3 പ്രധാനപ്പെട്ട സഹായികളും നഷ്ടപ്പെട്ടു. രാവണൻ ഒറ്റയ്ക്കായി, പക്ഷേ പിന്തിരിയുന്നില്ല. രാവണൻ ഒറ്റയ്ക്ക് പോരാട്ടം ആരംഭിക്കുകയാണ്. ഇനി അധികം ആൾക്കാരൊന്നും രാവണൻ്റെ ഭാഗത്തില്ല. രാമനും രാവണനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. രാമനും രാവണനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിന് ഇങ്ങനെ കളമൊരുങ്ങുമ്പോൾ ഏതൊക്കെ അസ്ത്രമാണ്, വിശേഷപ്പെട്ട അസ്ത്രമാണ്, നമ്മളെല്ലാം പേരുകൊണ്ട് മാത്രം പുരാണങ്ങളിലൊക്കെ വായിച്ച് കേട്ട് പരിചയമുള്ള പല അസ്ത്രങ്ങളും ഇവർ പരസ്പരം പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യുദ്ധത്തിൽ ഒരു മിസൈൽ തൊടുക്കുമ്പോൾ മറ്റൊരു മിസൈൽ അതിനെ വന്ന് ഖണ്ഡിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് അതേപോലെ പണ്ട് രാമായണം സീരിയലൊക്കെ ടി വിയിൽ കണ്ടപ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, രാമൻ ഏതെല്ലാം അസ്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്, രാവണൻ ഏതൊക്കെ അസ്ത്രങ്ങൾ കൊണ്ടാണ് അത് തടുക്കുന്നത്, അത് നമുക്ക് കാണാം. അത് വളരെ ചുരുക്കി പറയാം. ആദ്യം രാവണൻ താമസാസ്ത്രം തൊടുത്തുവിട്ടു. ഉടനെ രാമൻ ഇന്ദ്രാസ്ത്രം എയ്ത് അതിനെ തടഞ്ഞു. അതിനുശേഷം രാവണൻ ആസുരാസ്ത്രം അയച്ചു. ആ ആസുരാസ്ത്രത്തെ രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ട് നേരിട്ടു. ഉടനെ രാവണൻ എന്ത് ചെയ്തു? മയൻ പണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് വരമായിട്ട് നൽകിയിട്ടുള്ളൊരു ദിവ്യാസ്ത്രമുണ്ട്. ആ ദിവ്യാസ്ത്രം രാവണൻ ശ്രീരാമന് നേരെ പ്രയോഗിച്ചു. അതിനെ തടുക്കാനായി ശ്രീരാമൻ്റെ കയ്യിൽ ഗന്ധർവാസ്ത്രമുണ്ടായിരുന്നു. അദ്ദേഹം അത് പ്രയോഗിച്ചു. അപ്പോൾ പിന്നെന്താണ് അടുത്തതായിട്ട് എടുക്കുന്ന ആയുധം എന്ന് പറയുന്നത് സൂര്യാസ്ത്രമാണ്. സൂര്യാസ്ത്രം രാമന് നേരെ പ്രയോഗിക്കുന്നു. രാമൻ പ്രത്യസ്ത്രം എയ്ത് അതിനെ മുറിച്ചു കളഞ്ഞു. അങ്ങനെ രാവണൻ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. ഇങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്, പണ്ടകരാംശു സമങ്ങളാം ബാണങ്ങൾ. പണ്ടകരാംശു സമങ്ങളാം ബാണങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങൾക്ക് തുല്യമായ ആ അമ്പുകൾ അങ്ങോട്ട് കഴിയുമ്പോൾ സൂര്യകിരണങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രകാശം പരക്കും. അങ്ങനത്തെ സൂര്യകിരണങ്ങൾക്ക് തുല്യമായ 10 ബാണങ്ങൾ ഒരുമിച്ച് എയ്തു. ഇത് ശരീരത്തിൽ കൊണ്ടിട്ട് ശ്രീരാമൻ്റെ ശരീരം മുറിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? അതേപോലെ 10 ബാണങ്ങളാണല്ലോ രാവണൻ ഇങ്ങോട്ട് അയച്ചത്. അതിൻ്റെ 10 ഇരട്ടി അതേ ശക്തിയുള്ള, അതേപോലെ സൂര്യപ്രഭ തൂകുന്ന 100 ബാണങ്ങൾ ഒരുമിച്ച് രാവണന് നേരെ അയക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ, എന്തുമാത്രം വലിയ ഘോരമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ അവിടെ രാമനും രാവണനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 100 ബാണങ്ങൾ എയ്യുമല്ലേ, അത് രാവണൻ്റെ ശരീരത്തിലുണ്ട്. രാവണൻ്റെ ശരീരവും ശ്രീരാമൻ്റെ ശരീരം പോലെ തന്നെ കീറി മുറിഞ്ഞ് ചോര വാർന്ന് ഒഴുകി. ഈ സമയമായപ്പോഴത്തേക്കും ഇതുവരെ കണ്ടു നിന്ന ലക്ഷ്മണൻ ചാടി കയറി ഇടപെടും. എന്നിട്ടൊരു 7 ശരങ്ങൾ എയ്ത് രാവണൻ്റെ രഥത്തിൻ്റെ കൊടിമരം മുറിച്ച് താഴെയിടും. പിന്നെ ഒരു 5 ശരങ്ങൾ അയച്ച് ആ തേരാളിയെ തന്നെ വധിച്ചു കളയും. ഇത് കണ്ടു നിന്ന് ലക്ഷ്മണൻ ഇങ്ങനെ വലിയ ആവേശഭരിതനായിട്ട് ചാടി ഇറങ്ങിയപ്പോൾ രാവണൻ്റെ അനുജനായ ഇളയ സഹോദരനായ വിഭീഷണനും ആവേശം കയറി.
വിഭീഷണൻ ഇപ്പോൾ ശ്രീരാമപക്ഷത്താണ്. അദ്ദേഹം തൻ്റെ ഗദ കൊണ്ട് രാവണൻ്റെ തേര് വലിച്ചിരുന്ന കുതിരകളെ അടിച്ചു കൊന്നു. അപ്പോൾ വിഭീഷണൻ്റെ ഈ പ്രവൃത്തി ജ്യേഷ്ഠനും അനുജനും രാവണനും വിഭീഷണനും തമ്മിലുള്ള ഒരു പോരിൽ കലാശിച്ചു. രാവണൻ മറ്റെല്ലാം സഹിക്കും, ശ്രീരാമൻ യുദ്ധം ചെയ്യുന്നതും ലക്ഷ്മണൻ യുദ്ധം ചെയ്യുന്നത് സഹിക്കും. പക്ഷേ സ്വന്തം അനുജനായ വിഭീഷണൻ ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന് എനിക്കെതിരെ എന്നെ വഹിച്ചുകൊണ്ട് പോകുന്ന രഥം തേര് വലിക്കുന്ന കുതിരകളെയാണ് വിഭീഷണൻ വീഴ്ത്തിയത്. ആ കുതിരകളോടെ മരിച്ചു വീണു. അതിൻ്റെ അർത്ഥം രാവണന് മുമ്പോട്ട് നീങ്ങാൻ മറ്റു മാർഗമില്ല എന്നുള്ളതല്ലേ. രഥമാണെങ്കിൽ ലക്ഷ്മണൻ തകർത്തു. രാവണന് മറ്റ് മാർഗമൊന്നുമില്ല. രാവണൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി വിഭീഷണന് നേരെ വേൽ പ്രയോഗിച്ചു, ശൂലം പ്രയോഗിച്ചു. പക്ഷേ വിഭീഷണൻ ഒട്ടും മോശമായില്ല. അദ്ദേഹം 3 ബാണങ്ങൾ ഒരുമിച്ച് ചെയ്ത് ആ വേലിനെ കീറി മുറിച്ച് നുറുക്കിക്കളഞ്ഞു. രാവണൻ വിട്ടില്ല. രാവണൻ്റെ കയ്യിൽ ഇനിയും മയൻ നൽകിയ മറ്റു ചില ആയുധങ്ങൾ കൂടിയുണ്ട്. മയൻ നൽകിയ മറ്റൊരു വേലുണ്ട്. അത് വിഭീഷണന് നേരെ പ്രയോഗിച്ചു. അത് വിഭീഷണൻ തടുക്കാൻ ഒക്കത്തില്ല, ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ശരങ്ങൾ എയ്ത് ആ വേലിനെ തടഞ്ഞു. അപ്പോൾ വിഭീഷണനെ ലക്ഷ്മണൻ അവിടെ രക്ഷിക്കുകയാണ്. രക്ഷിക്കുന്നതോടൊപ്പം ഇതിനായിട്ട് ലക്ഷ്മണൻ അയച്ച ശരങ്ങൾ, അമ്പുകളെല്ലാം ചെന്ന് രാവണൻ്റെ ശരീരത്തിൽ, രാക്ഷസ രാജാവായ രാവണൻ്റെ ശരീരത്തിൽ ചെന്ന് ശരീരമാസകലം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകി. ആ രക്തം വാർന്നൊഴുകി ചോര ഒലിപ്പിക്കുന്ന ആ ശരീരവുമായി രാവണൻ നീണ്ടു നിവർന്നു നിന്ന് ലക്ഷ്മണനോട് പറയുകയാണ്, നന്ന് നീ എത്രയും രക്ഷിച്ചവർ വിഭീഷണനെ തഥാ. വിഭീഷണനെ നീ രക്ഷിച്ചല്ലോ, അത് നന്നായി. എൻ്റെ വേൽ പ്രയോഗത്തിൽ നിന്ന് വിഭീഷണനെ നീ ശരങ്ങൾ എഴുതി തടുത്ത്, ആ വേലിനെ തടുത്ത് നീ വിഭീഷണനെ രക്ഷിച്ചു. മിടുക്കൻ. നീ അത്ര വലിയ മിടുക്കനാണെങ്കിൽ, അത്ര വലിയ ശക്തനാണെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതിനെ നീ എങ്ങനെ നേരിടും എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കുന്നത്? ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വേലിതും. നീ ഇത്ര ശക്തനാണല്ലോ, നീ വലിയ മിടുക്കനാണല്ലോ, ഞാൻ അയച്ച വേലിനെ തടുത്ത് നിർത്തി വിഭീഷണനെ നീ രക്ഷിച്ചല്ലോ. ഇനിയാ ഞാൻ ഒരു വേൽ കൂടി പ്രയോഗിക്കാൻ പോകണം, നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ഈ വേലിനെ തടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വേൽ എറിയുകയാണ്, പ്രയോഗിക്കുകയാണ് ലക്ഷ്മണന് നേരെ. അത് കൃത്യമായിട്ട് ലക്ഷ്മണൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു, മാറ് പിളർന്നു. ലക്ഷ്മണൻ ബോധരഹിതനായി ആ യുദ്ധഭൂമിയിൽ നിലം പതിക്കുകയാണ്. ഇനി എന്തും സംഭവിക്കാം. ഈ ഘട്ടത്തിലാണ് നമ്മൾ 296-ാമത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത 297-ാമത്തെ ക്യാപ്സ്യൂളിൽ ഇതിനെന്താണ് ഒരു പരിഹാരം. ലക്ഷ്മണൻ മുറിവേറ്റ ശരീരവുമായി നെഞ്ചിൽ മാറ് പിളർന്ന ആ വേൽ മാറിലിങ്ങനെ കൊണ്ട് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അതും കൊണ്ടാണ്, അതേപോലെയാണ് അദ്ദേഹം നിലം പതിച്ചത് യുദ്ധഭൂമിയിൽ. അപ്പോൾ തുടർന്ന് രാമൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് രാമനും രാമൻ്റെ സൈന്യവും മറികടക്കാൻ പോകുന്നത്, നമുക്ക് അടുത്ത 297-ാമത്തെ ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.